ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും. റിലേഷൻഷിപ്പ് ആയിക്കൊള്ളട്ടെ, കരിയർ ആയിക്കൊള്ളട്ടെ, ഫിനാൻഷ്യൽ കാര്യങ്ങളിലായിക്കൊള്ളട്ടെ, എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് പ്രാർത്ഥനകളിലൂടെ പോകുന്നു. ഒരുപാട് വഴിപാടുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവിക ശക്തിയുമായി ബന്ധപ്പെട്ട് ആ ഒരു രീതിയിലേക്ക് പോകുന്നു. യൂണിവേഴ്സ് ആയിട്ട് അടുത്ത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഒരു മെത്തേഡിലൂടെയാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട സമയം ആയിട്ടുണ്ടോ? എന്താണ് ഈ ഒരു സമീപ ഭാവിയിൽ തന്നെ, സമീപ ഭാവി എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരു ലോങ് ടേം അല്ല, വളരെ പെട്ടെന്ന് വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ആ ഒരു അത്ഭുതകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഒരിക്കലും റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്നതിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ അട്രാക്ട് ചെയ്യാനും ക്ലെയിം ചെയ്യാനും സാധിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുകയും ക്ലെയിം ചെയ്യുകയും ചെയ്യാം. അതുപോലെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗും ടൈംലെസ് റീഡിംഗുമാണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗും എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒരു പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക. മൈൻഡ് എല്ലാം ഒന്ന് കാം ആയിട്ട് വെക്കുക. ഒന്ന് 3 ടൈംസ് ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു നെഗറ്റിവിറ്റി എല്ലാം കംപ്ലീറ്റ്ലി പുറത്തേക്ക് പോയതിനു ശേഷം ഒരു പോസിറ്റീവ് ഓറ ക്രിയേറ്റ് ചെയ്തിട്ട് വളരെ പോസിറ്റീവായ മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്ന മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് നിങ്ങൾക്ക് നടന്നു കിട്ടി എന്നുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കിങ് ഓഫ് പെന്റക്കിൾസ് ആണ് ആദ്യമേ വന്നിരിക്കുന്നത്. ദ മജീഷ്യൻ. ഓക്കെ, ഫൈവ് ഓഫ് വാണ്ട്സ്, ഫോർ ഓഫ് കപ്സ്, ക്വീൻ ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് പെന്റക്കിൾസ്, സെവൻ ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് സോർഡ്സ്, എയ്റ്റ് ഓഫ് wands, four of wands, four of pentacles, king of wands, page of wands, the chariot, knight of pentacles, the tower energy, seven of cups, the hanged man. ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ ലവേഴ്സ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു എനർജിയുമായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്നത് തന്നെ പെന്റക്കിൾസ് എനർജിയാണ്. കിങ് ഓഫ് പെന്റക്കിൾസ്, ക്വീൻ ഓഫ് പെന്റക്കിൾസ്, സെവൻ ഓഫ് പെന്റക്കിൾസ്, ഫോർ ഓഫ് പെന്റക്കിൾസ്, അങ്ങനെ ഒരുപാട്, നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, ഒരുപാട് പെന്റക്കിൾ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കപ്പ് എനർജിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്, ലവേഴ്സ് എനർജി കിട്ടിയിട്ടുണ്ട്, അതുപോലെ ടവർ എനർജിയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു തുടങ്ങിയത്, അല്ലെങ്കിൽ റീഡിങ്ങിന്റെ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയുമായിട്ടുള്ള പ്രാർത്ഥന, വഴിപാട്, ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടക്കേണ്ട സമയം ആയിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കിയത്. നമുക്ക് ആദ്യം തന്നെ ഇവിടെ കിട്ടിയിരിക്കുന്നത് മാനിഫെസ്റ്റേഷൻ കാർഡ് തന്നെയാണ്, മജീഷ്യൻ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം നിങ്ങളുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നേരിടേണ്ടതായിട്ട് വന്നേക്കാം. അതായത് ഒരു കാര്യം നമുക്ക് ലഭിക്കുന്നതിന് മുന്നേ
നമുക്ക് ആ ഒരു കാലചക്രം നമ്മളെ കൂടുതലായിട്ടൊന്ന് ഡൗൺ സ്റ്റേജിലേക്ക് ആദ്യം കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും ഒറ്റ ഉയർത്തൽ മുകളിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റേതായ ഒരു ബുദ്ധിമുട്ട്, ചിലപ്പോൾ നിങ്ങൾ ഒരു ഭയങ്കര സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലായിരിക്കും ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കരിയർ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയം, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പെയിൻ അനുഭവിക്കുന്ന ഒരു സമയം. ഇത്രയും നാൾ നിങ്ങൾ ഒരു രീതിയിലൊക്കെ ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനോ നോ കോണ്ടാക്റ്റോ ഒക്കെ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു ഓളത്തിനനുസരിച്ചിട്ട് നിങ്ങളൊരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന രീതിക്കാണ് ഇതുവരെ വന്നുകൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിന് ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരിക, കൂടുതലായിട്ട് നിങ്ങൾക്ക് ആ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുന്നു, നിങ്ങൾക്ക് തീർത്തും നിങ്ങൾ ഒരു ഡൗൺ സ്റ്റേജിലേക്ക് പോകുന്നു, പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥകളൊക്കെ വന്നിരിക്കുന്നത്. ഒരുപാട് ഒരു ഉറക്കമില്ലാതെ പെട്ടെന്ന് ഒരു എനർജി ലോസിലേക്കൊക്കെ പോകുന്നു. അതിന്റെയൊക്കെ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ തൊട്ടടുത്ത ആ ഒരു കാര്യം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ടവർ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ബാഡ് കർമ്മ കംപ്ലീറ്റ്ലി നിങ്ങളിൽ നിന്ന് റിമൂവ് ആവുകയാണ്. നിങ്ങളുടെ ആ ഒരു മോശപ്പെട്ട സമയം നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു. അതായത് കണ്ടകശനി കൊണ്ടേ പോവുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങളെ കൊണ്ട് പോകുന്നു എന്നല്ല മീൻ ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു മോശ സമയങ്ങളെല്ലാം മുഴുവനായിട്ട് മാറിയിരിക്കുന്നത് കൊണ്ടിട്ട് അല്ലെങ്കിൽ മാറിപ്പോകുന്നത് കൊണ്ടിട്ടാണ് ഈ ഒരു വലിയ രീതിക്കുള്ള ഒരു ആടി ഉലച്ചിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ ഒരു പരിവർത്തനം സ്റ്റേജ് ആയതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ആരും ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് ഡൗൺ സ്റ്റേജിലേക്കല്ല പോകേണ്ടത്. നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ ആ ഒരു അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു അതെന്ന് വെച്ചാൽ ആ ഒരു വിശ്വാസം, ആ ഒരു ട്രസ്റ്റ് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് ധൈര്യമായിട്ട് തുടരുക. അതായത് റിമൈൻ പോസിറ്റീവ് ആണ്. മുന്നോട്ടേക്ക് അതേ പോസിറ്റീവ് എനർജിയിൽ തന്നെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അത് നേടേണ്ട സമയമായി, അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളുടെ തൊട്ടടുത്ത് അത് എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടണമെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾ കൈ നീട്ടുമ്പോൾ തന്നെ അത് കിട്ടണം എന്നല്ല. നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും നിങ്ങൾ കഷ്ടപ്പെട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം തന്നെയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും പ്രാർത്ഥന, മാനിഫെസ്റ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ലല്ലോ. വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് അത് ലഭിക്കും. അപ്പൊ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമാണ്. അത് നിങ്ങളിലേക്ക് എത്തിപ്പെടേണ്ട ഒരു എനർജി എന്ന് പറയുന്നത് സ്മൂത്ത് ആയിട്ടല്ല, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും. ആ ഒരു കഷ്ടപ്പാടൊക്കെ നിങ്ങളിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്ന സമയത്തുള്ള ഒരു ആടിയുലച്ചിലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഡൗൺ സ്റ്റേജിലേക്കല്ല പോകേണ്ടത്. അതേ ആത്മധൈര്യത്തോടു കൂടി മുന്നോട്ടേക്ക് തന്നെ പോവുക. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത് എന്നുള്ളത്. ആദ്യമേ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളൊരു സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഉയർച്ച വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അതിപ്പോ ഒരു ജോലിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സമ്പത്തിന്റെ കാര്യത്തിൽ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് കടങ്ങൾ ഉണ്ടായിരിക്കാം. അതുപോലെ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ പണങ്ങൾ കൊടുക്കാനുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി, ചിലപ്പോൾ നിങ്ങൾ ഒരു നല്ല ജോലി നോക്കിക്കൊണ്ടിരിക്കുകയോ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ആഗ്രഹിക്കുകയോ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു പോയിട്ട് അതിന്റെ ഒരു പുതിയത് നോക്കുക, അങ്ങനെ ഒരുപാട് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയാണ് ഫേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് വർക്ക് ആവുകയാണ്. നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് സഫലീകരിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കൊരു സാമ്പത്തികമായ ഉയർച്ചയാണ്. കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഒരു രാജാവിന്റെ എനർജിയാണ്. നിങ്ങളൊരു രാജാവാകാൻ പോകുന്നു. രാജാവാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കെല്ലാം ഈ ഒരു യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്തിരിക്കുന്നു. നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു പണമാണെന്നുണ്ടെങ്കിലും ആ ഒരു കരിയർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുത്തിരുന്നോളൂ. നീ അതിന് തയ്യാറാകൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ട് നിങ്ങൾ അതിനു വേണ്ടി തയ്യാറെടുത്തിരിക്കുക. നിങ്ങളിലേക്ക് ഒരു വലിയ സമ്പത്ത് വരാനായിട്ട് പോവുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ സമ്പത്ത് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അർഹമായ രീതിയിൽ ഇപ്പൊ നമുക്കൊരു സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, പാരമ്പര്യമായിട്ട് കിട്ടേണ്ട ഒരു സ്വത്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നിരന്തരമായിട്ട് ലോട്ടറി പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു ഭാഗ്യാനുഭവം വരാനായിട്ട് പോവുകയാണ്. സഡൻ ആയിട്ടാണ് ഈ ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഭാഗ്യം പോലുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പോസിബിലിറ്റീസ് ഉള്ളതായിട്ട് തന്നെ കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കാര്യം നേടുന്നതിനുള്ള ഈ ഒരു യാത്രയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു തടസ്സങ്ങളൊക്കെ നിങ്ങൾ നേരിട്ടിരിക്കുന്നത്. അതും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന്. ഒരുപാട് വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ നിങ്ങൾ കുറെ അധികം പേരെ ചേർത്ത് നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു കൂട്ട് ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ. അത്രത്തോളം വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ കയ്യിലുള്ള ഒരു സമ്പത്തൊക്കെ ഇറക്കിയിട്ടായിരിക്കും നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ വിശ്വസിച്ച് കൂടെ നിർത്തിയ വ്യക്തികളെല്ലാം തന്നെ നിങ്ങളെ ചതിച്ചിട്ട് പോകുന്ന എനർജിയാണ് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചതിച്ചിട്ട് പോയിരിക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് ഒരു വലിയ ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്. സമ്പത്തിലൊക്കെ വലിയൊരു നഷ്ടം നിങ്ങൾക്ക് വന്നു നിൽക്കുന്നുണ്ട്.
അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു തടസ്സങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ അവിടെ നിന്നൊന്നും നിങ്ങൾ തോറ്റു പോയിട്ടില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഒരു വിഷമകരമായ situation, ഒരു നഷ്ടാവസ്ഥ, ദുഃഖാവസ്ഥയിലൊക്കെ നിങ്ങൾ നോക്കി നിന്നെങ്കിലും വളരെ risk എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ അതിലേക്ക് തന്നെ focus ചെയ്ത് വീണ്ടും മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു situations നെ എല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ ആ ഒരു വാള് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ആത്മധൈര്യമാണ്. ആ ഒരു ധൈര്യത്തോടു കൂടി തന്നെ മുന്നിൽ വരുന്ന എല്ലാ ശക്തികളെയും വെട്ടി വീഴ്ത്തി നിങ്ങൾ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. അതിലേക്ക് മാത്രമായിരുന്നു നിങ്ങളുടെ ഒരു ശ്രദ്ധ. എങ്ങനെയെങ്കിലും വിജയിക്കണം എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രാർത്ഥനകളിലൂടെ ആണെന്നുണ്ടെങ്കിലും കടന്നു പോയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന, നിങ്ങൾ വിശ്വസിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളൊരു സാമ്പത്തികപരമായിട്ട് ഉയരാനായിട്ട് പോവുകയാണ്. അതുപോലെ ഒരു ജോലി നോക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ട് നിങ്ങൾ ആ ഒരു ജോലി നോക്കിക്കൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ജോലിക്ക് കേറിയിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഒട്ടും തൃപ്തനല്ല അല്ലെങ്കിൽ തൃപ്തയല്ല. നിങ്ങളുടെ ആ ഒരു വിദ്യാഭ്യാസ യോഗ്യതയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജോലിയൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ചിലരെ സംബന്ധിച്ചിടത്തോളം ജോലി നിങ്ങൾക്ക് കിട്ടുന്നതേ ഉണ്ടാവില്ല. നിരന്തരമായിട്ട് try ചെയ്യുന്നു പക്ഷെ കിട്ടാത്തൊരവസ്ഥ. അപ്പൊ അങ്ങനത്തെയൊക്കെ situations ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആ അപ്രതീക്ഷിത തടസ്സങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു ശത്രുക്കളുടെ ഭാഗത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തികളോടൊക്കെ നിങ്ങളുടെ ഒരു കാര്യങ്ങളെല്ലാം share ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഒരു ആത്മനിയന്ത്രണം പാലിക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. ആ ഒരു guidance നമുക്ക് ആദ്യമേ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരു ജോലി സംബന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു interview നിങ്ങൾക്ക് വന്ന സമയത്ത് തന്നെ നിങ്ങൾ എല്ലാവരുടെ അടുത്തും അത് നിങ്ങളുടെ ആത്മസുഹൃത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന കുറച്ച് പേരോട് എല്ലാവരോടും ഇത് പറഞ്ഞിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരും ചിരിച്ചു കാണിക്കുന്ന മുഖമായിരിക്കില്ല. ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളും നമുക്ക് എല്ലാവർക്കും ചുറ്റിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ ഒരു energy connect ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് നിങ്ങൾ എല്ലാവരോടും പറയാതിരിക്കുക. അതിനുശേഷം നിങ്ങൾ അതിനു വേണ്ടി try ചെയ്യൂ. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു ജോലി ലഭിക്കുന്നതാണ്. അത് നിങ്ങൾ അർഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിനേക്കാൾ ഒരു പടി മുന്നിലുള്ള ഒരു ജോലി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെയും നമുക്ക് Queen of Pentacles ഉം King of Pentacles എന്ന് പറയുന്നത് രാജാവും രാജ്ഞിയുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം അതിന്റെ മുകളിലേക്ക് ആരും ഇല്ലല്ലോ. പിന്നെ ഉള്ളത് ദൈവമാണ് അല്ലേ? അപ്പൊ ആ അത്രത്തോളം ഒരു വലിയ പൊസിഷനിലേക്ക്, ഒരു പദവിയിലേക്ക്, ഒരു അധികാര പദവിയിലേക്കാണ് നിങ്ങൾ കയറാനായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു എനർജിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സമയത്ത് ഇവിടെ നമുക്ക് Four of Cups വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വൈകാരികപരമായ ഒരു എനർജിയാണ് നെക്സ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും പെട്ടെന്ന് അങ്ങോട്ട് സഡൻ ആയിട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ റീസൺ എന്താണെന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. ചിലവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് റീസൺ അറിയാമായിരിക്കാം. പറഞ്ഞിട്ട് തന്നെയായിരിക്കാം നിങ്ങൾ എന്തായാലും ഒരു ബ്രേക്കപ്പ് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിനെ ഇപ്പോഴും മറക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് അത് കൂടാതെ മറ്റു പല പ്രപ്പോസൽസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അതൊന്നും സ്വീകരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറായിട്ടില്ല. ഇപ്പോഴും നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് അതേ വ്യക്തിയുടെ ഓർമ്മകളിലാണ്. അവരെന്നെങ്കിലും തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അവരുമായിട്ടൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകും. ആ ഒരു കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആരൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു എന്ന് പറഞ്ഞാലും അവരെ ഒന്നും മനസ്സുകൊണ്ട് സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു എനർജി. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രയത്നിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് സഫലീകരിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉള്ളതായിട്ട് തന്നെ കാണിക്കുന്നത്. നിങ്ങളുടെ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ തമ്മിൽ തെറ്റിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി അകന്നു മാറാനായിട്ട് ഇവിടെ പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സ്വാധീനം കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ആ ഒരു സുഹൃത്തുക്കൾ തന്നെയായിരിക്കാം. ചിലവരുടെ കേസിൽ ഫാമിലി ആയിരിക്കാം, തേർഡ് സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പൊ കൂടുതലായിട്ട് ഇവിടെ ഒന്നിലധികം തേർഡ് സിറ്റുവേഷൻസ് ആ വന്നിരിക്കുന്നത് കേട്ടോ. ഒരു വ്യക്തിനെ മാത്രമല്ല കാണിക്കുന്നത്, ഒന്നിലധികം സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അതും വ്യക്തി സാന്നിധ്യം തന്നെയാണ് അത് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ആളുകൾ ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു പോകാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ വഷളാക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനു വേണ്ടിയിട്ടൊക്കെ കുറച്ച് വ്യക്തികൾ ഇവിടെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു പോയിരിക്കുന്നത്. അങ്ങനെ വന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു സ്വാർത്ഥതാ മനോഭാവത്തോടു കൂടി, കാരണം ഇവർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ തലയിലേക്ക് കയറിപ്പോയി. ഈ കൂടെ നിന്ന വ്യക്തികളെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഒരു തെറ്റിദ്ധാരണ തലയിലേക്ക് കയറിയതിന്റെ ഭാഗമായിട്ട് ഇവർ മാറിപ്പോയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നിങ്ങളുടെ ഈ ഒരു മാനിഫെസ്റ്റേഷന്റെ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഒരുപാട് മുന്നോട്ടേക്ക് പോവുകയാണ്. ഒരുപാട് വേദനിച്ച് അതിനു വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയിലേക്ക് പൂർണ്ണമായിട്ടുമുള്ള ഒരു പരിവർത്തനം നടന്നിരിക്കുന്നു. അവരുടെ ആ ഒരു തെറ്റിദ്ധാരണകള് കാര്യങ്ങളെല്ലാം
പൂർണ്ണമായിട്ടും അവരിൽ നിന്നും ഒഴിഞ്ഞു പോയിരിക്കുന്നു. അവർക്കൊരു റിയലൈസേഷൻ അല്ലെങ്കിൽ അവർക്കൊരു കാഴ്ചപ്പാടുകൾക്ക് ഒരു വ്യത്യസ്തത വന്നിരിക്കുന്നു. അതായത് അവർ ആ ഒരു സത്യം, ആ ഒരു ട്രൂത്ത് എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥമായിട്ട് നടന്ന കാര്യങ്ങൾ എന്താന്നുള്ളത് അവരുടെ കൺമുന്നിലേക്ക് തന്നെ അവർ കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തത കൈവന്നിരിക്കുന്നത്. അവർ ഇത്രയും നേരം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് നോക്കിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ അതൊന്ന് മാറ്റി ചിന്തിക്കാൻ അവരുടെ മനസ്സ് തന്നെ തയ്യാറായി. തീർച്ചയായിട്ടും നിങ്ങളുടെ manifestation തന്നെയാണ് അവരുടെ മനസ്സ് മാറി ചിന്തിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്. അങ്ങനെ അവരുടെ മനസ്സ് മാറി ചിന്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് അവർ സത്യം എന്താണ് എന്നുള്ളത് അറിയാനായിട്ടുള്ള അന്വേഷണത്തിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുമാണ് അവർക്ക് നിങ്ങളുടെ ആ ഒരു സത്യസന്ധതയും നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹവും തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ വന്ന ആ ഒരു ടൈമിൽ അവർക്ക് നിങ്ങളോട് ഇപ്പോൾ വളരെയധികം ഒരു പ്രണയം തോന്നിക്കൊണ്ടിരിക്കുന്നു. ലവേഴ്സ് എനർജിയാണ്. വളരെയധികം പ്രണയം, ഒരു ആത്മാർത്ഥമായ സ്നേഹം, ഒരു ഡീപ്പ് കണക്ഷൻ അവർക്ക് നിങ്ങളിലേക്ക് വരികയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ ഒരു വ്യക്തിയായിട്ട് തന്നെ സ്വയം ഒരുപാട് വേദനകളിലൂടെ കടന്നു പോവുകയാണ് ഇപ്പൊ. അവർക്കൊരു കുറ്റബോധം തോന്നുകയാണ്. അവർ ചെയ്ത ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അവർ സത്യം എന്താന്ന് കേൾക്കാതെ തോക്കിൽ കയറി വെടിവെക്കുന്ന രീതിയിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ടാണല്ലോ ഈ ഒരു പ്രവൃത്തി ചെയ്ത് നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിയെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്നൊരു ചിന്ത ആഴത്തിൽ അവരെ വലിയ രീതിയിൽ മുറിവേൽപ്പിക്കുന്നുണ്ട്. അപ്പൊ എത്രയും വേഗം ഈ ഒരു സിറ്റുവേഷൻസിനൊക്കെ ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിച്ചിട്ട് അവർ പോയി നിന്ന സ്ഥലം, പോയി നിന്നാന്ന് പറയുമ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഈ ഒരു വ്യക്തികളുടെ അടുത്തേക്കാണ് അവർ പോയി നിന്നതെന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ഒഴിഞ്ഞ കപ്പുകളായിരുന്നു അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹമായിരുന്നില്ല എന്നൊരു തിരിച്ചറിവ് വന്നിട്ട് അവരിപ്പോ നിങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞു നടത്തത്തിലാണ് അല്ലെങ്കിൽ യാത്രയിലാണ്. എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തന്നെയാണ് അവരിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് risk എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളെ contact ചെയ്യണം. communication card ആണ് next ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളെ contact ചെയ്യണം. നിങ്ങളോടൊന്ന് സംസാരിക്കണം. നിങ്ങൾ എങ്ങനെയായിരിക്കും ആ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ പ്രതികരിക്കുക എന്നൊരു ഭയം അവരിൽ ഉണ്ട്. പക്ഷെ ആ ഒരു emotions എല്ലാം അവരിപ്പോ control ചെയ്യുകയാണ്. അവരുടെ രാത്രിയിലാണെങ്കിലും പകലിലാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് മുഴുവൻ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അവർക്കൊരു കുറ്റബോധം ആഞ്ഞടിക്കുന്നുണ്ട് മനസ്സിലേക്ക്. ആ ഒരു വേദന അവരിൽ ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും ആ ഒരു വേദനകളെ ആണെന്നുണ്ടെങ്കിലും emotions നെ ആണെന്നുണ്ടെങ്കിലും control ചെയ്ത് പിടിച്ചിട്ട് emotions എന്ന് പറയുമ്പോൾ അവർക്ക് വളരെയധികം ഒരു ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് ഈ ഒരു സമയത്ത്. സങ്കടം മാത്രമല്ല, ദേഷ്യം എന്ന് പറയുമ്പോൾ ഈ ഒരു third party situation, third party എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ, നിങ്ങളുടെ ലൈഫിൽ ഇടപെട്ടിരുന്ന ആ ഒരു വ്യക്തികളെ അവരിപ്പോ മാറ്റി നിർത്തിയെങ്കിലും അവരോടെല്ലാം വളരെ വലിയ രീതിയിൽ ഒരു ദേഷ്യം അവരിൽ ഇപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ തൽക്കാലം ആ ഒരു ദേഷ്യത്തിനല്ല ഇപ്പോൾ വാല്യൂ കൊടുക്കേണ്ടത്. എത്രയും വേഗം നിങ്ങളുമായിട്ട് സംസാരിക്കണം, നിങ്ങളെ ഒന്ന് contact ചെയ്യണം. ആ ഒരു contact ചെയ്ത് നിങ്ങളുമായിട്ടൊന്ന് തുറന്ന് സംസാരിച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്തിക്കണം. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇതൊരു കമ്മിറ്റ്മെന്റ് കാർഡ് ആണ്, ഒരു വെഡിങ് കാർഡ് ആണ്. ഒരു ബോയും ഗേളും ഇവിടെ വിവാഹം കഴിഞ്ഞിട്ട് ആ ഒരു ബൊക്കയുമായിട്ട് വരുന്ന ഒരു എനർജിയാണിത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പൊ നിങ്ങൾ ഒരു മാരേജിലേക്കൊക്കെ പോകാൻ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇനി അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു എക്സ്ട്രാ marital ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാരേജ് അല്ലെങ്കിൽ പോലും ഒരു കമ്മിറ്റ്മെന്റ്, ഏത് റിലേഷൻഷിപ്പിലും വേണ്ടത് ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അതൊരു ആത്മാർത്ഥമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആയിരിക്കണം. അപ്പൊ ഈ ഒരു പേഴ്സൺ ആ ഒരു കമ്മിറ്റ്മെന്റ് തരാനായിട്ട് നിങ്ങളിലേക്ക് വരികയാണ്. ഇതും ഒരു മാനിഫെസ്റ്റേഷൻ കാർഡ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സത്യസന്ധത മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി തന്നുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു രീതിയിലും അവരുടെ കയ്യിലുള്ള ആ ഒരു സ്നേഹം തുളുമ്പി പോകാത്ത രീതിയിൽ നിങ്ങളിലേക്ക് വളരെ പതുക്കെ പതുക്കെയാണ് ഈ ഒരു ഹോഴ്സ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടി വളരെ ഫാസ്റ്റ് ആയിട്ടല്ല വരുന്നത്. ഇനി ഈ ഒരു സ്നേഹം മറ്റാരിലേക്കും പോകരുത്, അല്ലെങ്കിൽ മറ്റാരും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കരുത്. ഈ ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ആഗ്രഹവും ഇവിടെ സഫലീകരിക്കാനായിട്ട് പോവുകയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഒന്ന് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്ന ഈ ഒരു അപ്രതീക്ഷിതമായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു വ്യക്തി സാന്നിധ്യവും കാര്യങ്ങളും. രണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഒരു കർമ്മഫലം, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്ന നിങ്ങളുടെ ഈ ഒരു ലൈഫിലെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒന്നുചേരല്. ഇനി അല്ലാത്തവരുടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, കരിയർ വൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അർഹമായ രീതിയിൽ, കാരണം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ രീതിയിൽ ജീവിക്കേണ്ട ഒരു രീതിയല്ല നിങ്ങളുടേത്, അല്ലെങ്കിൽ ഒരു ചെറിയ ജോലിയിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് worth ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നേരിടേണ്ടി വന്ന ഒരു എനർജിയാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു കർമ്മഫലം അല്ലെങ്കിൽ ആ ഒരു കാർമിക് ആയിട്ടുള്ള ആ ഒരു ബാഡ് സിറ്റുവേഷൻസ് എല്ലാം പൂർണ്ണമായിട്ടും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഒരു പുനർജന്മം, ഒരു റീബർത്ത് ആണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഒരു പണനഷ്ടം, സാമ്പത്തിക നഷ്ടമാണെന്നുണ്ടെങ്കിലും ജോലി നഷ്ടമാണെന്നുണ്ടെങ്കിലും വളരെ നല്ല രീതിയിലൊക്കെ നിന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ലൈഫിൽ. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായി നിങ്ങളുടെ എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്.
അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു മോശ സമയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ അനുഭവിച്ച് തീർക്കേണ്ടതായിരുന്നു. പക്ഷെ എല്ലാം തീർന്നു. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇനി എന്താണ് അനുഭവിക്കാനുള്ളത്? എല്ലാം അനുഭവിച്ചു കഴിഞ്ഞല്ലോ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കാനുള്ളതെല്ലാം വളരെയധികം അനുഭവിച്ചു കഴിഞ്ഞു. പക്ഷെ ഇനി നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ളത് നിങ്ങളുടെ ഒരു പോസിറ്റീവ്, ഒരു സന്തോഷം നിറഞ്ഞ കാലഘട്ടമാണ്. ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിക്ക് നിങ്ങൾ പലരും അന്താളിച്ച് നിൽക്കുന്ന ഒരു സമയമൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. എന്തിലേക്ക് തിരിയണം? പ്രൊഫഷന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും സാമ്പത്തികപരമായ കാര്യങ്ങൾ, വൈകാരികപരമായ, ജീവിതപരമായ കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടും ഒന്നും നിങ്ങൾക്ക് അനുഭവയോഗ്യമല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. സമ്പത്തുണ്ട്, പക്ഷെ സ്വന്തം കയ്യിലല്ല, മറ്റൊരാളുടെ കയ്യിൽ കിടക്കുകയാണ്. കരിയറിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ജോലി കിട്ടുന്നില്ല. നിരന്തരമായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അർഹമായ രീതിയിൽ ജോലി ലഭിക്കുന്നില്ല. സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ. ഫാമിലി ഉണ്ടോ? ഫാമിലി ഉണ്ട്. ഇപ്പൊ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഉണ്ടോ? ഉണ്ട്. പക്ഷെ അതും അനുഭവയോഗ്യമല്ല. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയില്ല. എന്നാൽ മനസ്സുകൊണ്ട് ആരോടും കൂടുതലായിട്ട് ദ്രോഹിക്കാനോ ഒരു ഉപദ്രവം ചെയ്യാനോ ഒന്നിനും നിങ്ങൾ പോയിട്ടില്ല. ഓരോ ദിവസവും നിങ്ങൾ സ്വയം പഴിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത്? അത്രത്തോളം ഒരു മഹാപാപം ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും ഇതിലൊരു 90% ഈ ഒരു വീഡിയോ കാണുന്നവരിൽ. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ബാഡ് ആയിട്ടുള്ള കർമ്മയുടെ അവസാനമായിരുന്നത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് തീർച്ചയായിട്ടും വ്യത്യസ്തത കൈവരിക്കേണ്ടിയിരുന്നതാണ്. നിങ്ങൾ എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു രൂപമാണ്. ആ ഒരു വിശ്വസിക്കുന്ന ക്യാരക്ടറിൽ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മാറണം. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. പെട്ടെന്ന് സങ്കടം വരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും ദേഷ്യം വരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു മെഡിറ്റേഷൻസിലൂടെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് പല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഈ ഒരു എനർജിയിലേക്ക് വന്ന് നിൽക്കുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്പോൾ ഒരു മെഡിറ്റേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഇപ്പൊ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു മെഡിറ്റേഷൻ പീരീഡിലൂടെയൊക്കെ, അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ആ ഒരു പീരീഡിലൂടെ നിങ്ങൾ കടന്നു വന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്ഷമിക്കാനുള്ള മനസ്സ്, ഒരു ആത്മനിയന്ത്രണം എല്ലാം നിങ്ങൾക്ക് കൈ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരേണ്ടിയിരുന്ന കുറച്ച് മാറ്റങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് എനർജീസിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ കംപ്ലീറ്റ്ലി ക്ലെൻസിങ് ചെയ്ത് ആ ഒരു നെഗറ്റീവ്സ് കംപ്ലീറ്റ് റിലീസ് ആയിട്ട് ഒരു പോസിറ്റീവ് മൈൻഡിൽ വേണം നിങ്ങൾ ഇരിക്കാൻ. അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡിൽ ഇരിക്കുമ്പോഴാണ് യൂണിവേഴ്സ് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് ഈ ഒരു എനർജീസ് നൽകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് നൽകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രപഞ്ച ശക്തിക്കാണെന്നുണ്ടെങ്കിലും കൂടുതൽ അതിനെ പരിപോഷിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും അതിനെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്കും കൂടെ മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീരീഡിലൂടെ നിങ്ങളെ കടത്തിവിട്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പലർക്കും ആ ഒരു മാറ്റങ്ങൾ കൈവന്നിരിക്കുന്നു. ഇപ്പൊ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ശരിയാണ്, നിങ്ങൾ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു എനർജിയിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു വന്നത്. ഒരു മിറർ എഫക്റ്റ് പോലെ നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കും. മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ നിങ്ങൾ എങ്ങനെയാണ്, ഒരുപാട് മാറിപ്പോയി എന്ന് പലപ്പോഴും നിങ്ങൾ ആലോചിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു കർമ്മഫലമാണ്. അതും ഒരു മോശം കർമ്മ എന്ന് പറയാൻ പറ്റില്ല. അനുഭവിച്ച വേദനകളെല്ലാം വളരെയധികം വേദന തന്നെയാണ് എങ്കിലും ഇതെല്ലാം നിങ്ങളുടെ ഒരു നന്മയിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് എത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു കാര്യങ്ങളായിരുന്നു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങൾക്ക് ഒരു കോംപ്രമൈസ് തരാനായിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നത്. ഉടനെ തന്നെ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഡയറക്റ്റ് മീറ്റ് എന്നതിനേക്കാൾ മുൻപ് തന്നെ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട്, ഒരു കോളോ മെസ്സേജോ എന്തെങ്കിലും തീർച്ചയായിട്ടും ഉടനെ തന്നെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളത് പ്രതീക്ഷിച്ച് തന്നെ മാനിഫെസ്റ്റേഷൻ ഒക്കെ തുടർന്നുകൊണ്ടേയിരിക്കുക. പ്രാർത്ഥന ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു നഷ്ടബോധത്തിലേക്കൊക്കെ നോക്കി നിൽക്കേണ്ട സമയമെല്ലാം നിങ്ങളുടെ അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതെല്ലാം നിങ്ങളിലേക്ക് മാറിപ്പോയി. ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ആ ഒരു കംപ്ലീറ്റ് പരിവർത്തനം നടന്നു കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ പ്രകാശമാണ് കടന്നു വരാനായിട്ട് പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിൻ്റെതായ ഒരു സൊല്യൂഷൻ, ആ ഒരു കീ നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ ലഭിക്കാനായിട്ട് പോവുകയാണ്. ഇനി ആ ഒരു കീ അവിടെ നിന്നും ഓപ്പൺ ചെയ്ത് ആ ഒരു ക്രോസ് ലിമിറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ ധർമ്മം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കർമ്മം എന്ന് പറയുന്നത്. പാസ്റ്റിലേക്ക് നോക്കി ഒരുപാട് ചിന്തിക്കാതിരിക്കുക. പ്രസന്റിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് ഭയക്കാതെയും കൂടെ ഇരിക്കുക. ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഉയർന്നു പറക്കാനുള്ള ആ ഒരു വിൻഡോ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നിടുകയാണ് യൂണിവേഴ്സ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി തന്നെയാണ്, നിങ്ങളുടെ പ്രാർത്ഥനാ ഫലം തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഒരു ഫലം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്.
അല്ലാതെ നിങ്ങൾ അനങ്ങാതിരുന്ന വ്യക്തികളായിരിക്കില്ല. നിങ്ങളുടെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ആ ഒരു മനസ്സും ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോഴേക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും കരിയറിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ. ഇനി അല്ല നിങ്ങളുടെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും മനസ്സർപ്പിച്ച ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്കൊരു ഫലം കാണാനായിട്ട് പോവുകയാണ്. ആ ഒരു ഡീപ്പ് കണക്ഷൻ ആണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. നിങ്ങൾ മനസ്സിലേക്ക് ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഫീലിങ്സ് എല്ലാം ഒരു അൺകണ്ടീഷണൽ ലവ് എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ അനുഭവയോഗ്യമാക്കാനായിട്ട് പോകുന്നു. അവരായിട്ട് തന്നെ നിങ്ങൾക്ക് അർഹമായ രീതിയിൽ ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അതെല്ലാം സ്വീകരിക്കാനായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ ഹാർട്ടിനെ തന്നെ ഹീൽ ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ ഏറ്റിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് അതിനെയെല്ലാം നിങ്ങൾ കംപ്ലീറ്റ്ലി റിലീസ് ചെയ്യുക. അതുപോലെ പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം ഒരു ബേർഡൻ പോലെ, ഒരു ഭാരം പോലെ മനസ്സിലിട്ട് നടക്കാതെ അതിനെയെല്ലാം കംപ്ലീറ്റ് റിലീസ് ചെയ്തിട്ട്, ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു സ്നേഹത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഫ്ലൈ ചെയ്യുക, പറന്നുയരുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അല്ല നിങ്ങൾ ആ ഒരു പാസ്റ്റിലേക്ക് തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്ന് വേദനിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും ചുമന്ന് നടക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ എത്രത്തോളം നിങ്ങൾ അതിനെ റിപ്പയർ ചെയ്തെടുക്കാൻ ശ്രമിച്ചാലും ആ ഒരു വിള്ളലുകൾ അങ്ങനെ തന്നെ കിടക്കും. അപ്പൊ അതിനെ നിങ്ങൾ തീർച്ചയായിട്ടും റിലീസ് ചെയ്യണം. അതുപോലെ സ്നേഹം എക്സ്പ്രസ് ചെയ്തേക്കുക. ഇതുവരെ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു രീതിയിലാണ് വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ റിലീസ് ചെയ്തിട്ട് ഇനി ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത് തന്നെ സംസാരിച്ച് തന്നെ ഡീൽ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഡീൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സീക്രട്ട് ഗാർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു നിങ്ങളുടേതായ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു പൂന്തോട്ടം, സന്തോഷം നിറഞ്ഞ ആ ഒരു പ്രണയ പൂന്തോട്ടത്തിലേക്ക് നിങ്ങൾ കാൽ വെക്കാനായിട്ട് പോവുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ബന്ധത്തിലെ ആ ഒരു വിള്ളലുകൾ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും പോളിഷ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് കടന്നു വന്നിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. ഇനി നിങ്ങൾക്കിടയിൽ യാതൊരു രീതിയിലുള്ള മീഡിയേറ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ആ ഒരു രീതിയിലേക്കൊന്നും അല്ല അവരും ആഗ്രഹിക്കുന്നത്. നിങ്ങളാണ് നിങ്ങളുടെ മീഡിയേറ്റർ, അവരാണ് നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന മീഡിയേറ്റർ. ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കീ എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. മറ്റൊരു വ്യക്തികളും ഇതിലേക്ക് ഇടപെടാനായിട്ട് വരികയില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ സഹായങ്ങൾ തേടിയിട്ട് അവരും നിങ്ങൾക്ക് ശത്രുതയിലേക്ക് ആയി മാറിയ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിലേക്കൊന്നും അല്ല ഇനി നിങ്ങൾ പോകേണ്ടത്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. നിങ്ങൾക്ക് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും പക്ഷേ നിങ്ങളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ വേണം മുന്നോട്ടേക്ക് പോകാൻ. കാരണം നിങ്ങൾക്ക് പെട്ടെന്നാണ് ശത്രുക്കൾ വരുന്നത്. പക്ഷെ once നിങ്ങൾ ഈ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്തിട്ട് ഈ ഒരു ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ശത്രുക്കൾ എന്ന് പറയുന്നത് നിങ്ങളുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്നവർ മാത്രമാണ്. നിങ്ങളെ തകർക്കാനോ അല്ലെങ്കിൽ തരിപ്പണമാക്കാനോ ഒന്നും ഇനി ആർക്കും സാധിക്കില്ല. ഇതുവരെ എല്ലാവരും നിങ്ങളെ വല്ലാത്ത രീതിയിൽ ചവിട്ടി അരക്കുന്ന രീതിയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. നല്ല രീതിക്ക് വന്നത് നിങ്ങൾ ഒന്ന് താഴ്ന്നു പോയപ്പോൾ അതിനെ യൂസ് ചെയ്ത പല വ്യക്തികളും ഉണ്ടായിരിക്കും. ഈ ഒരു സമയത്ത് നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടും ഉണ്ടായിരിക്കും ആരാണ് യഥാർത്ഥമായ സ്നേഹമുള്ളവർ എന്നുള്ളത്. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ആ ഒരു രീതിയിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ ഒരു യൂണിവേഴ്സിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരെയും വിശ്വസിച്ച് എല്ലാവരെയും കൂട്ടി നിർത്തുന്ന ഒരാളായതുകൊണ്ട് തന്നെ ലൈഫിൽ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ സാമ്പത്തികപരമായിട്ടാണെന്നുണ്ടെങ്കിലും കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിലും വലിയൊരു നഷ്ടം വന്ന സമയത്താണ് നിങ്ങൾക്ക് കൂടെ നിൽക്കുന്ന വ്യക്തികളെ കംപ്ലീറ്റ്ലി തിരിച്ചറിയാൻ സാധിച്ചിരുന്നത്. അവരൊന്നും യഥാർത്ഥമായ ഒരു സ്നേഹമല്ല നിങ്ങളിലേക്ക് തന്നത് എന്നുള്ളത്. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ലൈഫിലൊക്കെ നിങ്ങൾക്ക് ഒരു നല്ല ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത്രത്തോളം വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതും നമുക്ക് മാനിഫെസ്റ്റേഷൻ എനർജി തന്നെ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം വന്നിരിക്കുന്നത് കിങ് എനർജി ആണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അതും ഉടനെ വരാനായിട്ട് പോകുന്നത്. സമീപ ഭാവിയിൽ തന്നെ നിങ്ങൾക്ക് നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. പോസിറ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾ അതിനെ അട്രാക്ട് ചെയ്തേക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അത് നടന്നു കഴിഞ്ഞു എന്നുള്ളൊരു ബിലീവിംഗിലേക്ക് നിങ്ങൾ എത്തുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഓക്കെ. അപ്പൊ ഈ ഒരു സമയത്ത് യൂണിവേഴ്സിൽ നിന്നുള്ള നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഏഞ്ചൽ മെസ്സേജ് കൂടെ നമുക്ക് നോക്കാം. ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് ഈ ഒരു സമയം പറയാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഈ ഒരു വിഷയം അല്ലെങ്കിൽ നിങ്ങൾ നടക്കണം എന്ന് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്. The situation will improve. Communicate clearly. Don't stop. Improving health.
നോ നീഡ് ടു വറി, ഓപ്പർച്യൂണിറ്റി ആൻഡ് ട്രസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു കാർഡ് കൂടെ നമുക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട്. യു ആർ റെഡി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്കൊരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നതിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് ഇമ്പ്രൂവ് ആകും. നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. നോ നീഡ് ടു വറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം കംപ്ലീറ്റ്ലി മാറുന്നതാണ്. അതുപോലെ ഇംപ്രൂവിംഗ് ഹെൽത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുകയും ഉറക്കമില്ലാതെ നിങ്ങൾ ഒരുപാട് വിഷമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ആ ഒരു ഹെൽത്ത് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ട്രസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോകൂ. യു ആർ റെഡി. നിങ്ങൾ തയ്യാറെടുത്ത് ഇരുന്നുകൊള്ളൂ. ഡോണ്ട് സ്റ്റോപ്പ് ആണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളും മുന്നോട്ടേക്ക് തന്നെ പോവുക. പക്ഷേ ഹെൽത്ത് ഒക്കെ ശ്രദ്ധിച്ച് തന്നെ വിശ്വാസത്തോടു കൂടി തന്നെ വേണം മുന്നോട്ടേക്ക് പോകാനായിട്ട്. വിഷമിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ഓപ്പർച്യൂണിറ്റി ആണ്. അവസരങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ തൊട്ട് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. അല്ലെങ്കിൽ ആ ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട് കഴിഞ്ഞു. യു ആർ റെഡി ആണ്. നിങ്ങൾ തയ്യാറെടുത്ത് തന്നെ ഇരിക്കൂ. നിങ്ങളിലേക്ക് അത് എത്തി. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് സംസാരിക്കേണ്ട ഒരു ആവശ്യമൊക്കെ വരും. ഇപ്പോൾ റിലേഷൻഷിപ്പിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെയാണ് സാമ്പത്തിക കാര്യമാണെന്നുണ്ടെങ്കിലും കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ കാര്യത്തിൽ മസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നന്നായിട്ട് തുറന്ന് തന്നെ സംസാരിക്കുക. നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ യാതൊരുവിധ ഭയമോ കാര്യങ്ങളോ കൂടാതെ നിങ്ങൾ ഓപ്പൺ ആയിട്ട് തന്നെ നിങ്ങളുടെ സ്റ്റാൻഡ് സംസാരിക്കാനുള്ള ഒരു ധൈര്യം കാണിക്കൂ. നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന ക്ലൂസും എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.